ഹായ് നമസ്കാരം. ഞാൻ പ്രതീഷ്. കഴിഞ്ഞ തവണ നമ്മൾ ഡ്രൈവിംഗ് അസസ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നു. ഓക്കെ, ഇത്തവണ അതിൻ്റെ ബാക്കി പത്രമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കുക എന്നുള്ള ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് ഡ്രൈവിംഗ് അസസ്മെൻറ്റ് നടത്തുന്നതിൻ്റെ രീതികൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അതിനുശേഷം മെയിനായിട്ട് നമ്മളീ പറഞ്ഞത് ഞാനീ പറയുന്നത് അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ ഒരു അഡ്വാൻസ് ലെവൽ എന്ന് പറഞ്ഞ ഒരു സംഗതി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പല ആൾക്കാരോട് ഇതേക്കുറിച്ചിട്ട് ചോദിച്ചു, എന്താണ് അടുത്ത സ്റ്റെപ്പുകൾ, എങ്ങനായിരിക്കും അടുത്ത കാര്യങ്ങൾ. ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ ചോദിച്ചാലും അവർ ഈ പറഞ്ഞ പോലെ വിശദമായ കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞു തരത്തില്ല. അവർ പറയും ഓക്കെ എല്ലാം മെയിലിൽ വരും അല്ലെങ്കിൽ മെസ്സേജിൽ വരും എന്ന് മാത്രമേ അവർ പറയാറുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് അടുത്ത ലെവൽ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പലരെയും നമ്മളിങ്ങനെ ആശ്രയിച്ചായിരുന്നു. പലരോടും നമ്മൾ ചോദിച്ചു. പക്ഷേ ആർക്കും അതേക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ടോ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഇങ്ങനെ ഇതൊന്ന് അത്യാവശ്യം ഇങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നവർക്ക് ഒരു എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ട് അല്ലെങ്കിൽ ഒരു മറ്റു മാർഗ്ഗങ്ങളില്ല അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അവർക്ക് പറ്റിയെന്ന് വരത്തില്ലായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അഡ്വാൻസ് ലെവലിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഫോണിൽ പറഞ്ഞ പോലെ മെസ്സേജ് വന്നു. ഓക്കെ, അഡ്വാൻസ് ലെവലിലേക്ക് സെലക്ട് ആയെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. അതിൻ്റെ തൊട്ട് പുറകെ ഒരു 4 അക്കത്തിൻ്റെ ഒരു പാസ്വേഡ് വന്നു. അതിന് ശേഷം ഒരു ലിങ്ക് അവർ അയച്ചു തന്നു. ഡ്രൈവിംഗ് സ്കൂൾ, നമ്മൾ ഏത് ഡ്രൈവിംഗ് സ്കൂളിലാണോ നമ്മൾ പോകുന്നത് അവരുടെ ഒരു ആപ്ലിക്കേഷൻ, ഓക്കെ, ആപ്ലിക്കേഷനിലേക്കുള്ള ഒരു ലിങ്ക് അവർ അയച്ചു തന്നിരുന്നു. അപ്പം നമുക്ക് ഈ ലിങ്ക് നമുക്ക് അയച്ചു തന്ന ആ പാസ്വേഡ് 4 അക്ക പാസ്വേഡ് വെച്ച് നമുക്കത് ഓപ്പൺ ചെയ്ത് അതിലേക്ക് പോയിട്ട് ആപ്ലിക്കേഷനിൽ ചെന്നിട്ട് അടുത്ത ലെവൽ മീൻസ് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുകയാണ് വേണ്ടത്. അപ്പോയിൻമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി ടെസ്റ്റിനുള്ള അപ്പോയിൻമെൻറ്റും ഈ പറഞ്ഞ പ്രാക്ടിക്കൽ ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻ്റ് എടുക്കുക എന്നുള്ളതാണ്. ഈ അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം വേണം നമുക്കിതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട്. ഓക്കെ, ആദ്യം നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 1 മാസത്തിന് ശേഷമായിരിക്കും, 1 മാസത്തിന് ശേഷമുള്ള ഏതെങ്കിലും ദിവസങ്ങളിലേക്കായിരിക്കും ഈ പറഞ്ഞ ഡേറ്റുകൾ നമുക്ക് അവൈലബിൾ ആകുന്നത്. അതിലേതാണ് നമുക്ക് കൺവീനിയൻസ്ഡ് ആയിട്ടുള്ള ഡേറ്റ് ഏതാണെന്നുള്ളത് നമ്മളത് നോക്കി നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക. അപ്പോയിൻമെൻ്റ് എടുത്ത് എന്തായാലും ടൈം നമുക്ക് കിട്ടുന്നത് എന്തായാലും ഈവനിങ്ങിലായിരിക്കും കിട്ടുന്നത്. രാവിലെ എന്ന് പറയുന്നത് സ്ത്രീകൾക്കുള്ള സമയമായിരിക്കും. അതുകൊണ്ട് എന്തായാലും നമുക്ക് പുരുഷന്മാർക്കുള്ള സമയം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമായിരിക്കും. ഉച്ച കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണി മുതൽ 3 മണിക്ക് ശേഷമുള്ള സമയങ്ങളായിരിക്കും നമുക്ക് ടൈമുകൾ ഉണ്ടാകുന്ന അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഡേറ്റ് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് ആദ്യം പോയി നമ്മൾ സ്കൂളിൽ പോയി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നീടുള്ള പ്രിപ്പറേഷനുകളിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്. അതായത് തിയറി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് ലെവലിലായതുകൊണ്ട് നമുക്ക് സ്കൂളിൽ ഈ പറഞ്ഞ പോലെ ഒരു ട്രെയിനിങ് ഉണ്ടായിരിക്കത്തില്ല ഒരിക്കലും. സ്കൂളിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇപ്പം മറ്റുള്ള ലെവലുകളിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തിയറി ക്ലാസ്സിന് വേണ്ടിയിട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോളം റെഗുലറായിട്ട് നമ്മൾ സ്കൂളിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ അഡ്വാൻസ് ലെവലിൽ നമുക്ക് സ്കൂളിൽ പോകേണ്ട ഒരു കാര്യം വരുന്നില്ല. ഓക്കെ, അപ്പം നമ്മളെടുത്ത ഡേറ്റിൽ നമുക്ക് കിട്ടുന്നത് ഇത് വീഡിയോ ട്യൂട്ടോറിയലായിരിക്കും നമുക്ക് അഡ്വാൻസ് ലെവലിൽ കിട്ടുന്നത്. ഓക്കെ, ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ട്യൂട്ടോറിയലാണ്. വീഡിയോ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക, തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ അതിലുണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതെന്തായിരിക്കും ഈ പറഞ്ഞ വീഡിയോ ക്ലാസ് എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലായിരുന്നു നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സംശയം എന്ന് പറയുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലരോടും ചോദിച്ചിട്ട് പലർക്കും അറിയില്ല. പലരും പല രീതിയിൽ ആ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നത്. ചിലപ്പം സ്കൂളിൽ നിന്ന് ക്ലാസ്സിൻ്റെ ലിങ്ക് അയച്ചു തരുമായിരിക്കും. ചിലപ്പോൾ ഓൺ ടൈമിൽ നമ്മൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വരുമായിരിക്കും എന്നൊക്കെയാണ് പലരിൽ നിന്നും കിട്ടിയ അറിവുകൾ. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു കാര്യങ്ങൾ. അതിന് ഞാൻ പറഞ്ഞില്ല, നമുക്കതേക്കുറിച്ച് വിശദമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനകത്തുള്ള ഡ്രൈവിംഗ് സ്കൂളിൻ്റെ എൻക്വയറി മെയിൽ നമ്പറും മെയിൽ ഐ ഡിയും നമ്പറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടൊക്കെ നമ്മൾ മെസ്സേജ് കൊടുത്തിട്ടൊന്നും അവർ നമുക്ക് റിപ്ലൈ തന്നിട്ടില്ലായിരുന്നു.
എനിവേ എന്തായാലും പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. എന്ന് വെച്ചാൽ നെക്സ്റ്റ് ടൈമിൽ ഇത് അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ആ ടൈമിലുണ്ടാകുന്ന ടെൻഷനുകൾ ഒക്കെ നമുക്കൊന്ന് ഒഴിവാക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു മാസത്തിന് ശേഷം ഈ തിയറി ട്രെയിനിങ്ങിന് 2 ദിവസമാണ് നമുക്ക് അഡ്വാൻസ് ലെവലിൽ തന്നത് അവർ. 2 നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 12 മണി മുതൽ 2 മണി വരെയുള്ള സമയം. രാത്രി 12 മണി മുതൽ 2 മണി വരെയുള്ള സമയം ഈ പറഞ്ഞ പോലെ വീഡിയോ ട്യൂട്ടോറിയൽ ട്രെയിനിങ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത് ഈ അഡ്വാൻസ് ലെവലിൽ. അപ്പോൾ രാത്രി ഏകദേശം അപ്പം നമ്മൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, എന്താണ് സംഭവിക്കുന്നത്, ഈ രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് ലിങ്ക് അയച്ചു തരുന്നത്, അങ്ങനെയുള്ള വലിയ ടെൻഷനിലൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ശരിക്കും എന്തായാലും 12 മണി വരെ ആയപ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കാകെ ഉള്ളത് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മളത് ഓപ്പൺ ചെയ്ത് വെച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് ഏകദേശം 12 മണി ആയപ്പോഴത്തേക്ക് ഈ സെയിം ആപ്ലിക്കേഷനിൽ തന്നെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ട് നമ്മൾ അവിടെ തന്നെ ആ ആപ്ലിക്കേഷനിൽ തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അല്ലാതെ സ്പെഷ്യലായിട്ട് വേറെ ലിങ്കുകൾ വരുമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒന്നും നമ്മൾ വറി ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൽ തന്നെ നമ്മൾ വീഡിയോകൾ ഓപ്പൺ ചെയ്തിട്ട് ത്രൂ ആയിട്ട് പോകുന്നത് അത് നേരെ യൂട്യൂബിലേക്കാണ് പോകുന്നത്. യൂട്യൂബ് ലിങ്ക് ചെയ്തിട്ടുള്ള അറബിക് ക്ലാസ്സുകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറബിക് ക്ലാസ്സുകളാണെന്ന് പറഞ്ഞാലും നമ്മളെ പറഞ്ഞിരുന്നല്ലോ, ഈ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ ഹാൻഡ് ബുക്ക് എടുത്ത് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ സെയിം സംഗതികൾ തന്നെയാണ് ഇവർ അറബിക്കിൽ ക്ലാസ് തരുന്നത്. എന്തായാലും ക്ലാസ് അറബിക്കാണെങ്കിലും ഏത് ഭാഷയാണെന്ന് പറഞ്ഞാലും നമ്മളത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് നിർബന്ധ ഘടകം. നമ്മളത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഇതായിട്ട് പറഞ്ഞുള്ളൂ. അതിൻ്റെ അകത്ത് ഷെഡ്യൂൾ ചെയ്യപ്പെടുന്ന ഡേറ്റുകളിൽ അത് ഈ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് തോന്നുന്നു ഒരു ഓറഞ്ച് കളർ ലൈറ്റിലായിരിക്കും ബട്ടണുകൾ ഇങ്ങനെ നിൽക്കുന്നത്, ആ ഡേറ്റിന് മേളിലുള്ള അതിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഈ ഓറഞ്ച് കളർ ലൈറ്റ് നേരെ ഗ്രീൻ ലൈറ്റിലേക്ക് മാറുന്നുണ്ട്, വാർണിംഗ് സിഗ്നൽ ലൈറ്റ് ഒക്കെ. മെയിൻ തിങ് ഇതാണ്. നമ്മൾ വിചാരിക്കും ഓൺലൈൻ ക്ലാസ് ആണല്ലോ, അറബിക് ക്ലാസ് ആണല്ലോ, നമുക്കത് മനസ്സിലാകത്തില്ലോ, നമ്മളത് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഒന്നുമില്ല എന്ന് ചിന്തിക്കരുത്. എന്തായാലും ഓൺലൈൻ തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യണം മസ്റ്റായിട്ടും. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പറഞ്ഞ വിധത്തിലോട്ടുള്ള ഒരു ഗ്രീൻ ലൈറ്റ് സിഗ്നലിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടെസ്റ്റ് ചെയ്യുന്നപ്പോഴത്തേക്ക് ഒരാൾ ഈ പറഞ്ഞതുപോലെ വന്നിരുന്നു, മലയാളി തന്നെയാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ് ഒരെണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റി, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. മീൻസ് 2 ദിവസത്തെ ക്ലാസ് ഒന്നും പറഞ്ഞിരുന്നല്ലോ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അറ്റൻഡ് ചെയ്തു. ഒരു ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു, തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്തു. പോയിട്ട് ഡേറ്റ് ആയപ്പോഴത്തേക്ക് അദ്ദേഹം എക്സാമിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തെ തിരികെ അയക്കുകയാണ് അവർ ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഗ്രീൻ ലൈറ്റ് സിഗ്നൽ അവർ ഈ പറഞ്ഞ ആപ്ലിക്കേഷനിൽ കാണിച്ചിരുന്നില്ല. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളത് അറ്റൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തിയറി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിലൂടെ നമുക്ക് വീണ്ടും നഷ്ടമാകുന്നത് നമ്മുടെ അത്രയും ടൈമാണ്. ഏകദേശം വീണ്ടും 1 മാസത്തോളം വീണ്ടും നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്തേച്ച് വേണം വീണ്ടും നമ്മൾ എക്സാമിന് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ പറയുന്ന ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്ന ഡേറ്റിൽ കിട്ടുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആ പറഞ്ഞ ടൈം പ്രോപ്പറായിട്ട് തന്നെ നമ്മളത് അറ്റൻഡ് ചെയ്യുക, മെയിൻ തിങ്. അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞാലും വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനായിട്ടില്ല. പറഞ്ഞുള്ള അറബിക് ക്ലാസ്സുകളാണ് തരുന്നത്. യൂട്യൂബിലൂടെ കിട്ടുന്ന യൂട്യൂബ് ത്രൂ ആയിട്ട് വരുന്ന അറബിക് ക്ലാസ്സുകളാണ്. അതിലൂടെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന ഹാൻഡ് ബുക്ക് മസ്റ്റായിട്ടും നമ്മൾ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മുടെ ഹാൻഡ് ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പരമാവധി വായിക്കാൻ പറ്റുന്ന സമയം അതിനെ വായിക്കുക. പറഞ്ഞത് വേറൊന്നുമല്ല, നമ്മളീ പറഞ്ഞ പോലെ ഹാൻഡ് ബുക്ക് നമ്മൾ പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഈ പറഞ്ഞ പോലെ ഹാൻഡ് ബുക്കും വായിച്ചിരുന്നു. അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് ഈ പറഞ്ഞ പോലെ മോഡൽ ക്വസ്റ്റ്യനുകളുടെ ഒരു നല്ല പങ്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു പോയത്. പക്ഷേ എല്ലാത്തിലും തികച്ചും വ്യത്യസ്തമായിട്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഉണ്ടായിരുന്നത്. കാര്യം നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയ മോഡൽ ക്വസ്റ്റ്യനുകളോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും ഡയറക്റ്റായിട്ട്
ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനും എനിക്ക് തോന്നുന്നു 1 2 ക്വസ്റ്റ്യനുകൾ മാത്രം എങ്ങാണ്ടേ ഉള്ളൂ നമ്മളീ പറഞ്ഞ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന മോഡൽ ക്വസ്റ്റ്യനുകൾക്കകത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യനുകൾ മാത്രം പ്രിപ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാരണവശാലും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാതിരിക്കുക. പരമാവധി വായിക്കുക. ഹാൻഡ് ബുക്ക് 2 3 തവണയോ വായിക്കാൻ പറ്റുന്നവർക്ക് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നവരാണല്ലോ, ഇത് ഈസി ആണല്ലോ എന്നൊരു ധാരണയിൽ ഒരു കാരണവശാലും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാതിരിക്കുക. പിന്നെ നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ ചെല്ലുന്ന ദിവസം പരമാവധി ടൈമിൽ തന്നെ ചെല്ലുക. ഏകദേശം 1 മണിക്കൂറാണ് നമുക്ക് ഈ പറഞ്ഞ എക്സാം ടൈം തരുന്നത്. എക്സാം ടൈമിൽ ഈ പറഞ്ഞ പരമാവധി ആ ഒരു ടൈം മാനേജ് ചെയ്യുക മെയിനായിട്ട്. എനിക്കൊരബദ്ധം പറ്റി, അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് പറഞ്ഞു തരികയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആദ്യം കണ്ട ഒരു ആളോട്, സ്കൂളിൽ തന്നെയുള്ള ഒരാളാണ്, ഇന്ത്യൻ ആണോ അതോ ഏതൊരു ഹിന്ദി സംസാരിക്കുന്ന ഒരാളാണ്. പുള്ളിയോട് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു കമ്പ്യൂട്ടർ ടെസ്റ്റിൻ്റെ ഭാഗം അതാണെന്ന് പറഞ്ഞ് പുള്ളി എന്നെ ഒരു റൂമിൻ്റെ ഫ്രണ്ടിലോട്ട് ചൂണ്ടിക്കാണിച്ചു. ശരിയാണ്, ഞാൻ നോക്കിയപ്പോൾ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനും ചെന്ന് അവിടെ ഒക്കെ ആൾക്കാരിരിക്കുന്നുണ്ട്, അവരോടൊക്കെ ചോദിച്ചു കമ്പ്യൂട്ടർ ടെസ്റ്റ് ആണോ? അതെ കമ്പ്യൂട്ടർ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാനും അവിടെ വെയിറ്റ് ചെയ്ത ചെയറിൽ. എനിവേ ഏകദേശം കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മലയാളി ചേട്ടൻ വന്നു കേട്ടോ. അപ്പം പുള്ളി ഡ്രൈവറാണ്. അപ്പം ഞാൻ ഇങ്ങനെ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഓക്കെ ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈസൻസ് റിന്യൂ ചെയ്യാനായിട്ട് എങ്ങാണ്ടാണ്, അല്ലെങ്കിൽ റിന്യൂ മീൻസ് ഈ പറഞ്ഞ പോലെ ലൈസൻസ് വലിയ വണ്ടിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ലൈസൻസ് എടുക്കാൻ വന്നതാണ്, അതിൻ്റെ കമ്പ്യൂട്ടർ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഏത് വണ്ടിക്ക് ഉള്ളതാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ലൈറ്റ് വെഹിക്കിളിനുള്ളതാണ്. ഓക്കെ എനിവേ ലൈറ്റ് വെഹിക്കിളിനുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടൻ പറഞ്ഞ് ആ പുള്ളിക്ക് പഴയ ലൈസൻസ് ഉള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, അയ്യോ ഇത് ഇവിടെ നടക്കുന്ന ടെസ്റ്റ് അല്ലെങ്കിൽ എക്സാം എന്ന് പറയുന്നത് ഹെവി വെഹിക്കിളിന് വേണ്ടിയിട്ട് മാത്രമുള്ള എക്സാമാണ്, ലൈറ്റ് വെഹിക്കിളിനുള്ള എക്സാം നടക്കുന്നത് വേറെ സ്ഥലത്താണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഏകദേശം എനിക്ക് പറഞ്ഞ 1 മണിക്കൂറിൽ നിന്ന് അരമണിക്കൂർ എനിക്ക് വേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ അടുത്ത സെൻറ്ററിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സാധാരണ ലേറ്റായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ എക്സാമിനേഴ്സ് നമ്മളെ എക്സാം അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. എന്തായാലും ഭാഗ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സൗദി ആരെന്ന് തോന്നുന്നു. അദ്ദേഹം നോക്കിയിട്ട് സമയം എന്നോട് ചോദിച്ചു എത്ര മണിക്കാണ് എക്സാം എന്ന് ചോദിച്ചു. ഓക്കെ, എന്തായാലും പുള്ളി സമ്മതിച്ചു. അരമണിക്കൂർ എനിക്ക് ഉണ്ടായിരുന്ന അരമണിക്കൂർ കൊണ്ട് ഒക്കെ നമ്മൾ ക്ലാസ് അത് മെയിനായിട്ട് പറയുന്നത് ഈ പറഞ്ഞ പോലെ അഡ്വാൻസ് ലെവലിലായതുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. മീൻസ് നെറ്റ്വർക്കൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഫോണിൽ ഡാറ്റ ഒക്കെ ഉണ്ടായിരിക്കണം. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ആപ്ലിക്കേഷനിൽ നിന്നൊരു QR കോഡ് കിട്ടും. അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ QR കോഡ് അവർ സ്കാൻ ചെയ്തിട്ട് അവർക്കൊരു പാസ്വേഡ് കിട്ടും. ആ പാസ്വേഡ് വെച്ചിട്ട് മാത്രമായിരിക്കും നമ്മൾക്ക് എക്സാം ചെയ്യാനായിട്ടുള്ള കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെ അവർ ഒരു സീറ്റ് തന്നു. ആ സീറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ പാസ്വേഡ് വെച്ചിട്ട് സിസ്റ്റം ഓപ്പൺ ചെയ്ത് നമുക്ക് തന്നു. സിസ്റ്റത്തിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ആയിട്ട് ചെല്ലുന്ന ഒരു രീതിയിലായിരിക്കത്തില്ല നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനുകൾ. ശരിക്കും നമ്മൾ ഹാൻഡ് ബുക്ക് പ്രോപ്പറായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യനുകളും ആൻസറുകളും ആയിരിക്കും ഉള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ മെയിനായിട്ട് ഇതാണ്, വായിക്കുക, ഹാൻഡ് ബുക്ക് വായിക്കുക. ഏകദേശം 240 പേജോളം ഉള്ളൊരു ഹാൻഡ് ബുക്കാണത്. അത് പരമാവധി വായിക്കാൻ പറ്റുന്ന സമയം വായിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയാനുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹാൻഡ് ബുക്ക് ശരിക്കും 2 3 വട്ടം വായിച്ചതുകൊണ്ട് മാത്രമാണ് ഈ എക്സാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയത്. ഓക്കെ, അതുകൊണ്ട് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അങ്ങനെ തന്നെ ചെയ്യുക. പരമാവധി ഹാൻഡ് ബുക്ക് തന്നെ വായിച്ച് പഠിക്കുക. മോഡൽ ക്വസ്റ്റ്യനുകളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ജസ്റ്റ് ഒരു കാര്യങ്ങളൊന്നും. പക്ഷേ ആ മോഡൽ ക്വസ്റ്റ്യനുകളിലുള്ള വിധത്തിലുള്ള യാതൊരു ക്വസ്റ്റ്യനുകളും നമുക്കില്ലായിരുന്നു എക്സാമിൽ. ഡയറക്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യനുകളും നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, പരമാവധി ഹാൻഡ് ബുക്ക് തന്നെ വായിക്കുക. പരമാവധി ടൈമുകൾ വായിക്കുക. 1 2 3 തവണയോ ശരിക്കും വായിച്ച് മനസ്സിലാക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനുകൾ വളരെ ഡിഫിക്കൽട്ടായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളൊരിക്കലും ചിന്തിക്കുന്ന വിധത്തിലായിരിക്കത്തില്ല. ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ മാത്രം എഴുതാൻ പറ്റുന്ന വിധത്തിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനുകളും ഈ പറഞ്ഞ പോലെ ഓപ്ഷനുകളുണ്ടെന്ന് പറഞ്ഞാൽ ആൻസറുകൾ പോലും ചിലപ്പോൾ നമുക്ക് അതിനകത്ത് ചൂസ് ചെയ്യാനായിട്ട് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് പരമാവധി ബുക്ക് ഈ പറഞ്ഞ പോലെ വായിക്കുക. പരമാവധി 1 2 3 തവണ വായിക്കുക. വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക. ഓക്കെ, വീഡിയോ അല്പം ദൈർഘ്യം കൂടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ബാക്കി വിശേഷങ്ങളുമായിട്ട് തൊട്ട് പിന്നാലെ എത്താം. ഓക്കെ.